ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു ദിവസവും കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി കുറച്ചും കൂടെ വിശുദ്ധിയിൽ വളരുവാനും ദൈവിക വേർപാട് ആചരിക്കുവാനും ദൈവം നമുക്ക് നൽകിയ നല്ല ഒരു ദിനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെടുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും കേൾക്കുന്ന വചനങ്ങളും ആലോചനകളും വായിക്കുന്ന ദൈവവചനത്തിൻ്റെ ചിന്തകളും ഓരോ ദിനങ്ങളിലും നമ്മെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വാർത്തിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന സന്ദേശം വസ്ത്രം നഷ്ടപ്പെട്ടു പോയ രാജകുമാരനെ കുറിച്ചാണ്. ഞാനിന്ന് നിങ്ങളുടെ ഒരു ചെറിയ ഒരു കഥയോടുകൂടെ തന്നെ ഇന്നത്തെ സന്ദേശം ആരംഭിക്കുകയാണ്. ഒരു മഹാരാജാവ് ഒരു രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരൊറ്റ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ രാജ്യത്തിൽ ഒരു വലിയ വിരുന്നു സൽക്കാരം ഉണ്ടായിരുന്നു. തൊട്ടടുക്കലുള്ള രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ പ്രതികരിച്ചുകൊണ്ടും അല്ലാതെയും ധാരാളം ജനവും അതോടൊപ്പം തന്നെ രാജാക്കന്മാരും രാജകുമാരികളും നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സ്. തൻ്റെ 8 വയസ്സുള്ള കുഞ്ഞ് വിവസ്ത്രനായി വസ്ത്രമില്ലാതെ ഓടി പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നപ്പോൾ രാജാവ് പെട്ടെന്ന് പറഞ്ഞു, അവനെ ഇവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ പറഞ്ഞു. ഇതൊരു കഥയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വസ്ത്രമില്ലാതെ നമുക്ക് നമ്മുടെ ദൈവത്തെ ഒരിക്കലും കാണാൻ കഴിയുകയില്ല. ഞാൻ വളരെ കാതലായ ഒരു വിഷയമാണ് വിശുദ്ധീകരണം എന്ന ഒരു വിഷയം. സാധാരണയായി നമ്മൾ വിശുദ്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പുറമെ ഒരു വിശുദ്ധി കണ്ടിട്ടാണ്. ഞാനൊരു വിശുദ്ധൻ എന്ന് പറയുന്നത് ഇന്നത്തെ ആത്മീയ ലോകത്തിലെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. വെള്ളയിടുക, ക്ലീൻ ഷേവ് ധരിക്കുക, ആഭരണമില്ലാതിരിക്കുക, മറ്റു തെറ്റുകളിലൊന്നും പോകാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഇവനെ വിശുദ്ധൻ എന്ന എല്ലാവരും വിളിക്കുന്നു. എന്നാൽ വേദപുസ്തകം അവരെയും വിശുദ്ധൻ എന്ന് വിളിക്കുന്നില്ല. ഇതൊക്കെ വേണം വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഇവരെ വിശുദ്ധരെന്ന് ദൈവം കാണുന്നില്ല. നമ്മുടെ വിശുദ്ധി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ സഭകൾ പഠിപ്പിക്കാതെ പോയ ഒരു വിഷയമാണ് ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ച്. പല സഭകളും പറയാറില്ല. ഒരാൾ പുതുതായി രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പുറമേയുള്ള വിശുദ്ധിയെക്കുറിച്ച് പറയും, ഞങ്ങളുടെ ചർച്ചിൽ വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, പുറമേയുള്ള വിശുദ്ധി. പക്ഷേ പുറമേയുള്ള ഒരു വിശുദ്ധി ഒരു ദൈവദാസനെ കൊണ്ടോ സഭയിലുള്ള മൂപ്പനെ കൊണ്ടോ വിശ്വാസികളെ കൊണ്ടോ നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ അതൊരു ആന്തരികമായ വിശുദ്ധി തന്നെ ആവശ്യമുണ്ട്. ആന്തരികമായ വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ മാനുഷികമാവുന്ന വാക്കുകളോ മാനുഷികമാവുന്ന കൽപ്പനകളോ കൊണ്ട് നടക്കുകയില്ല. അത് ശരിക്കും ദൈവത്തിൻ്റെ വചനം ആഴത്തിലോട്ട് പോകണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, ഈ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചന പ്രകാരം അകത്തൊരു ശുദ്ധീകരണം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ അകത്തേക്ക് ഇറങ്ങി വരണം. അവിടെ നിന്ന് തുടങ്ങുന്ന ശുദ്ധീകരണമാണ് പിന്നത്തേതിൽ അത് പുറത്തേക്ക് കടന്നു വരുന്നത്. ഈ അകവും പുറവുമുള്ള ശുദ്ധീകരണമാണ് ഒരു ദൈവഭക്തനായി ഒരു വിശുദ്ധനായി ദൈവം അംഗീകരിക്കുന്ന വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്. ആ വിശുദ്ധനെ ചേർക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വേഗം വരുന്നത്. ആമേൻ. ഞാൻ 1-2 വാക്യങ്ങൾ ഈ തരുണത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കും. അപ്പോൾ നമ്മൾ ആരാണ്? രാജാവിൻ്റെ മക്കളാണ്. രാജാവിൻ്റെ മക്കൾക്ക് യോഗ്യമായ ഒരു വസ്ത്രമുണ്ട്. സ്തോത്രം. ഞാൻ പുറമേ ഇടുന്ന വസ്ത്രത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ രാജാവ് ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ രാജാവ് നമ്മെ ഏറ്റെടുക്കുന്നതിന് നമ്മൾ ആരായിരുന്നു? അന്ധകാരത്തിലായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതികളിൽ ജീവിച്ചു. പിശാചിന്റെ അടിമത്വത്തിൽ ജീവിച്ചു. പിശാച് പറഞ്ഞ സകലവിധമാകുന്ന മലിനതയുടെ വസ്ത്രമിട്ട് നമ്മൾ ജീവിച്ചു. പക്ഷേ കൃപയാൽ നമ്മൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. നമ്മളെ ദൈവം വിളിച്ചു, നമ്മളെ വേർതിരിച്ചു. നമ്മൾ ഇന്ന് ആരാണ്? മഹാരാജാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി തീർത്തു എന്ന് വെച്ചാൽ ഞാൻ ഒരു രാജകുമാരനാണ്. ദൈവം രാജാവാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഞാൻ ഒരു രാജകുമാരനാണ്. ഈ രാജകുമാരന് രാജാവ് തരുന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രത്തിന്റെ പേരാണ് വിശുദ്ധിയുടെ വസ്ത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പീറ്റർ പറയുന്നു നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നമ്മളെ ഇപ്പോൾ ആരാക്കി തീർത്തിരിക്കുന്നു? ഒരു രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം തീർത്തു. എന്ന് വെച്ചാൽ രാജാവിന്റെ മക്കളാക്കി എന്നെ തീർത്തിരിക്കുന്നു. ഇന്ന് ഞാൻ രാജകുടുംബത്തിലെ ഒരു അംഗമാണ്. ഇനി ഞാൻ മഹാരാജാവിന്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ ഞാൻ വിശുദ്ധിയുടെ വസ്ത്രമിടാതെ എനിക്ക് രാജാവിന്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. ആമേൻ. അപ്പോൾ ഈ രാജാവ് തന്ന അല്ലെങ്കിൽ ദൈവം തന്ന വിശുദ്ധിയുടെ വസ്ത്രത്തിനകത്ത് കറ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ എന്ന് തീരുമാനിക്കേണ്ടതും ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുമായിട്ടുള്ള കടമ നമ്മുടേതാണ്. അതെപ്പോഴാണ്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഒരു ശുദ്ധീകരണം നടക്കുകയുള്ളൂ. മരണശേഷം ആരെങ്കിലും ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്താൽ ആരും പിതാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ രാജാവായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ എത്തുമെന്നുള്ള മിഥ്യാധാരണകളെ നിങ്ങൾ മാറ്റണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ കൊച്ചു ജീവിതം അത് എപ്പോഴും വേണമെങ്കിലും മാറിപ്പോകാം, എപ്പോഴും വേണമെങ്കിലും തീരാം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പ്രായ ഭേദ ലിംഗ വ്യത്യാസം കൂടാതെ മനുഷ്യൻ ഈ മണ്ണിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും, ഏത് സെക്കൻഡും. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, ദൈവദാസനെ, കുഞ്ഞെ, ജീവിതത്തിനകത്ത് പുറമേ വിശുദ്ധിയിൽ കൂടെ നമ്മൾ പോകും. പക്ഷേ അകത്തൊരു വിശുദ്ധീകരണം ഉണ്ടോ എന്ന് ചിന്തിക്കാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മഹാരാജാവായിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ ആവശ്യമായിരിക്കുന്നത് വിശുദ്ധി തന്നെയാണ്. വിശുദ്ധിക്ക് അപ്പുറമായി വേറൊരു കർമ്മമോ വേറൊരു പ്രക്രിയയോ ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നോക്കുക, മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ എവിടെയാണ് ആദ്യം ശുദ്ധീകരണം വരേണ്ടത്? ഹൃദയത്തിനകത്താണ് നമുക്ക് ശുദ്ധീകരണം വരേണ്ടത്. ആ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വന്നാൽ മാത്രമേ ഒരുവൻ ദൈവത്തെ കാണുകയുള്ളൂ. ഹല്ലേലൂയ. പുറമേ ശുദ്ധീകരണം ഉള്ളവനല്ല, പുറമേ വെള്ളയും ഇട്ടത് കൊണ്ടല്ല, ഞാനിപ്പോൾ ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടല്ല ഞാൻ ദൈവത്തെ കാണുന്നത്. എൻ്റെ ഹൃദയം ആദ്യം ശുദ്ധമാകണം. ഹൃദയം എല്ലാറ്റേക്കാൾ കാപട്യമുള്ളതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അവിടെയാണ് ആദ്യം ശുദ്ധീകരണം നടക്കേണ്ടത്. ആ ശുദ്ധീകരണം ഒരു സഭയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ കഴിയത്തില്ല ശുദ്ധീകരിക്കുവാൻ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു അക്രൈസ്തവനായി ജീവിച്ചു. ഞാൻ കൊമ്പം മീശയും വലിയ താടിയും വെച്ച് ഒരു തലമുടിയൊക്കെ വളർത്തി ഒരു വല്ലാത്ത രീതിയിൽ ജീവിച്ചു. ഞാനൊരു ചർച്ചിലോട്ട് വന്നപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, അയ്യോ ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല, ഇതൊക്കെ മാറ്റണം. ആ പാസ്റ്റർ പറഞ്ഞതിനും പാസ്റ്ററെ ബഹുമാനിക്കുന്നതിനും എനിക്ക് ആ ചർച്ചിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതെല്ലാം മാറ്റി. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു ദൈവദാസൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റും.
പക്ഷെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം നടക്കണമെങ്കിൽ ദൈവവചനം അകത്ത് കയറണം, അകത്തിറങ്ങണം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വാക്ക് പറഞ്ഞത്, രാജാവിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ രാജകുമാരന്മാർക്ക് ഇന്ന് വിവസ്ത്രരാണ്. അവർ വിവസ്ത്രരായി ജീവിക്കുകയാണ്. ഹൃദയ ശുദ്ധീകരണമില്ല. അകത്ത് ശുദ്ധീകരണമില്ലാതെ പുറത്തുള്ള പ്രഹസനങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാകണം, ഞാൻ നേരത്തെ പറഞ്ഞ കഥ, ആ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ആ കുഞ്ഞിന്റെ പപ്പയാണ്. അവനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്ന ഒറ്റ മോനാണ്. പക്ഷേ ഒരു സദസ്സിൽ വരുമ്പോൾ ആ മകൻ വിവസ്ത്രനായി വരുന്നത് ഒരപ്പൻ ഇഷ്ടമില്ലാത്തതുപോലെ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മക്കൾ ഒരിക്കലും തൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് ദൈവത്തിന് താല്പര്യമില്ല. ഏതേം തോട്ടത്തിൽ നിങ്ങൾ നോക്കണം, അവിടെ നഷ്ടപ്പെടുത്തിയത് എന്താ? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം പ്രവചനം തെറ്റിക്കുകയല്ല. പ്രവചനം വേണം, ഇഷ്ടം പോലെ പിശാച് തരും, ആത്മാക്കളെ തരും, പക്ഷെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക. ഏതേം തോട്ടത്തിലെ ആദാമിനെ ഹവ്വയും അവർക്ക് അവിടെയുള്ള ഫലം ഭക്ഷിച്ചോ, നീ ദൈവത്തിനോട് പൊയ്ക്കോ, വൈകിട്ട് നടന്നോ, കുഴപ്പം, പക്ഷേ നിങ്ങൾ എന്തിടാൻ പാടില്ല? വിശുദ്ധിയുടെ വസ്ത്രം ഇടാൻ പാടില്ല, തേജസ്സിന്റെ വസ്ത്രം ഇടാൻ പാടില്ല. യേശു ഒരു ഉപമ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോമിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവൻ അവരെ പ്രാണനാക്കി അവന്റെ വസ്ത്രം എടുത്തുന്ന. അതിന്റെ അർത്ഥം എന്താ? വസ്ത്രം വിശുദ്ധിയെ കാണിക്കുക. അപ്പോൾ അവന്റെ പണമല്ല വേണ്ടത്, അവന്റെ സ്വർണമല്ല വേണ്ടത്, അവന്റെ വിശുദ്ധിയാണ് പിശാചിന് ഇഷ്ടം. ഹല്ലേലൂയ. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവിടെ അവന്റെ വസ്ത്രം ചീട്ടിട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ചിന്തിക്കണം, ആ ധൂർത്തപുത്രൻ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ എന്താ കൊടുത്തത്? വസ്ത്രം കൊടുത്തു. യോസഫിന്റെ സഹോദരന്മാർ അവന്റെ അങ്കിയെ കണ്ട് അസൂയപ്പെട്ടിട്ട് അവന്റെ അങ്കിയെ ഊരിയെടുത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി യോസഫിന്റെ പൊത്തിപ്പോറിന്റെ ഭാര്യ എന്ത് ചെയ്തു? ആ തുണി ഊരി അങ്ങെടുത്തു. അപ്പോൾ ഇവിടെ എല്ലാം ഇത് കാണിക്കുന്നത് വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവ പൈതൽ തങ്ങളുടെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കണം. അവന് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ആന്തരിക വിശുദ്ധി. ആന്തരിക വിശുദ്ധി ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് വരാത്ത കാലം അവൻ വിവസ്ത്രനാണ്. അവൻ വസ്ത്രമില്ലാതെയാണ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ? വിവസ്ത്രന്മാർ പ്രസംഗിക്കുന്നു, വിവസ്ത്രന്മാർ പ്രവചിക്കുന്നു, വിവസ്ത്രന്മാർ അന്യഭാഷ പറയുന്നു. ഇന്ന് സഭകളിൽ, നിങ്ങൾ 1000 പേരുള്ള സഭകളിൽ നിങ്ങളൊന്ന് ദൈവാത്മാവിൽ വിവേചിച്ച് നോക്കണം. പലരും വിവസ്ത്രരാണ്. രാത്രി 2-3 മണിവരെ 2-3 സിനിമകൾ കണ്ടിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച നിന്ന് പ്രസംഗിക്കുന്ന വിവസ്ത്രന്മാർ നമ്മുടെ ഇടകളിലുണ്ട്, നമ്മുടെ സഭകളിലുണ്ട്. ആരറിയുന്നു? ആ വിവസ്ത്രൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് അന്യഭാഷയിൽ തുള്ളുന്ന നമ്മൾ എത്ര വിവേകഹീനരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുമ്പനാട് ഒരു വലിയ മഹായോഗത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ വന്നു. പുള്ളി അവിടെ ഇരുന്ന പാസ്റ്റർമാരോട് ഒന്നാം തരം സൂപ്പർ പ്രസംഗം പ്രസംഗിച്ചു. നമ്മുടെ ആന്റിമാരുടെയും നമ്മുടെ പാസ്റ്റർമാരുടെയും നമ്മുടെ അച്ചായന്മാരുടെയും കയ്യടിയും ആരാധനയും രക്തം പറച്ചിലും കേട്ടപ്പോൾ അയ്യോ, ഞാൻ തന്നെ തകർന്നുപോയി. കാരണം ഒരു വിവസ്ത്രനായ ഒരു രാഷ്ട്രീയക്കാരൻ വിശുദ്ധന്മാരുടെ വേദിയിൽ വന്ന് നിന്നിട്ട് പ്രസംഗിച്ചപ്പോൾ എന്തൊരു അന്യഭാഷ, എന്തൊരു കയ്യടി കണ്ടോ. വിവസ്ത്രനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയ ഈ വിവസ്ത്രനായ രാഷ്ട്രീയക്കാരൻ നേരെ പോകുന്ന അടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടുത്ത പ്രോഗ്രാമിലാണ് പോകുന്നത്. പിന്നെ പോകുന്നത് മോസ്കിലായിരിക്കും, ചിലപ്പോൾ അടുത്ത പ്രോഗ്രാം അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ പോകുമായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും തിരിച്ചറിയണം, ഇന്ന് വിവസ്ത്രന്മാർ പ്രസംഗിക്കുന്ന
ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. വ്യവസ്ഥ എന്ന് മനസ്സിലായല്ലോ. അകത്തെ ശുദ്ധിയില്ലാത്തവൻ, അകത്തെ ശുദ്ധിയില്ലാത്ത രാജകുമാരന്മാരുടെ ഒരു കാലഘട്ടം. ഞാൻ ഇന്നിത് പ്രസംഗിക്കുമ്പോൾ, ഈ സന്ദേശം നിങ്ങൾക്ക് പകരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. കർത്താവേ, പുറത്ത് ഞാൻ ആഭരണമൊക്കെ മാറ്റി, പുറത്ത് ഞാൻ കൈയടിക്കുന്നു, ഞാൻ പുറത്ത് വെള്ളയാണ് ഇടുന്നത്, ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുന്നുണ്ട്, ഞാൻ കർത്താവെ സ്തോത്രം പറയുന്നുണ്ട്, ഞാൻ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം ലഭിച്ചിട്ടുണ്ടോ? ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വരണമെങ്കിൽ നമ്മുടെ പാസ്റ്റർമാരുടെ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് നടക്കത്തില്ല. കേൾക്കുന്ന വചനം ഹൃദയത്തിനകത്ത് ആഴ്ന്നിറങ്ങി വരണം. അതിനെയാണ് വിശുദ്ധ വേദപുസ്തകം മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആന്തരികമായ അവസ്ഥയിൽ ഒരു മാനസാന്തരം വന്നാൽ മാത്രമേ നമ്മുടെ പുറമെയുള്ള അവയവങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ വളരെ വേദനയോടുകൂടെ റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ മനസ്സലിവ് ഓർമ്മിപ്പിച്ചിട്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ആരാധന ഇങ്ങനെയുള്ളതായിരിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ആരാധനകളിൽ എന്തുണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. സ്തോത്രം. പുറമെയുള്ള വിശുദ്ധിയല്ല, അകത്തൊരു വിശുദ്ധീകരണം ഉണ്ടാകണം. ആ ആരാധനയിലാണ് ദൈവപ്രസാദം ഇറങ്ങി വരുന്നത്. ഇന്ന് പാടാൻ വേണ്ടി കുറച്ചു പേര് നിന്ന് പാടുന്നു, നമ്മളെ കൊണ്ട് പാടിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുക. കാരണം എന്തെന്നറിയണ്ടേ? അകത്ത് വിശുദ്ധിയില്ല. അകത്ത് വിശുദ്ധിയുള്ളവൻ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. കാരണം അവന് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. ആലയത്തിനകത്ത് ദൈവിക വിശുദ്ധി ഇറങ്ങുമ്പോൾ യെശയ്യാവ് പറഞ്ഞു കണ്ടതുപോലെ, അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടി കുലുങ്ങാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ അകവും പുറവും വിശുദ്ധമാകുമ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ അറിയാതെ കൈയടിച്ചെന്ന് വരാം, ഞാൻ അറിയാതെ ശബ്ദമുയർത്തിയെന്ന് വരാം, ഞാൻ അറിയാതെ നൃത്തം ചെയ്തെന്ന് വരാം, അറിയാതെ ദൈവത്തെ സ്തുതിച്ചെന്ന് വരാം. അത് പരപ്രേരണയിലല്ല, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശുദ്ധിയുടെ അഭിഷേകത്തിലാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ അകത്ത് ശരിക്കും ഒരു വിശുദ്ധീകരണം വന്നിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് വിശുദ്ധരാണെന്ന്. നമ്മളെപ്പോലെ എന്നെ നിങ്ങളെ പോലെയൊക്കെ വിശുദ്ധരായി ഈ ലോകത്ത് വേറെ ആരും ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, ശരിക്കും നമ്മൾ വിശുദ്ധരാണോ? നമ്മൾ പുറമെ ഓക്കെയാണ്, പുറമെ ശരിയാ, പക്ഷെ അകത്ത് വിശുദ്ധി ഉണ്ടോ? നിങ്ങൾ ഈ വചനങ്ങളൊന്ന് വായിക്കണമേ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായമൊക്കെ എഴുതി വിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതുകൊണ്ട് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും തന്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചിരിക്കുന്നു. ഇവിടെ പുറത്ത് കാണാത്ത ഒരു സാധനം ഈ വിശുദ്ധന്റെ അകത്ത് കിടക്കുക. ഇതാ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. ഇതകത്തുള്ള സാധനം. അകത്ത് വിശുദ്ധി വന്നില്ലെങ്കിൽ ഇതൊക്കെ അകത്ത് കിടന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. കാമവികാരങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ വിശുദ്ധിയിലും അകത്തും പുറത്തും വില കൊടുത്ത് വിശുദ്ധീകരണം പ്രാപിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വരവിന് വേണ്ടി മാത്രം നോക്കി ഓടുന്ന അഭിഷക്തദാസന്മാരോട് ഒരു ചെറിയ എളിയ ദൈവദാസൻ പറയുന്നത് ഇങ്ങനെ ഒന്ന് കേൾക്കുക. ദയവ് ചെയ്ത് പുറത്താരാണ്ടൊക്കെ പറഞ്ഞു ഭയങ്കര വിടുതല, ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര രോഗശാന്തിയ, ഭയങ്കര ഭൂതശാന്തിയ.
സഭയ്ക്ക് ഭയങ്കര പ്രയോജനപ്പെടും എന്ന് പറയുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ആ യാഗപീഠത്തിൽ നിർത്തരുത്. അദ്ദേഹം വിവസ്ത്രനാണ്, പുറമേയുള്ള വസ്ത്രമേ ഉള്ളൂ, നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം മാത്രമേ ഉള്ളൂ. ആത്മീയ വസ്ത്രം പോയിട്ട് വർഷങ്ങളായി. ആത്മീയ വസ്ത്രമില്ലാതെ ഈ മനുഷ്യൻ നടക്കുകയാണ്. അപ്പോഴാ പാസ്റ്ററെ നിങ്ങൾ വിളിച്ച് യാഗപീഠത്തിൽ കയറ്റുന്നു. യാഗപീഠത്തിൽ കയറ്റുമ്പോൾ ഗൂഗിളിലും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്ത് കൊണ്ടുവരുന്ന കുറെ പ്രസംഗങ്ങൾ വാരി വലിച്ചിട്ടിരും. നമ്മുടെ പാവം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആടുകൾ കയ്യടിച്ചും വാ തുറന്നും അത് വാങ്ങിക്കും. അതിൻ്റെ കൂടെ എന്തും കൂടെ വരുമെന്ന് അറിയണ്ടേ? അശുദ്ധിയുടെ ആത്മാവും കൂടെ കയറി വരും. സഭ മുടിഞ്ഞു പോകും. കഴിഞ്ഞ 32 വർഷത്തെ ആത്മീയ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച പാഠമാണ് ഞാനിവിടെ പ്രസംഗങ്ങളായി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നത്. സ്തോത്രം. അകത്ത്, സഭയ്ക്കകത്ത് ഒരു അശുദ്ധി കയറിക്കഴിഞ്ഞാൽ സഭ മുഴുവനും അശുദ്ധിയിലോട്ട് പോകും. ഒരു പുരുഷന്റെ മേൽ ആ അശുദ്ധി കയറിക്കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് അത് വ്യാപരിക്കും. അത് സഭയ്ക്കകത്ത് വ്യാപരിക്കും. പാസ്റ്ററെ, നിങ്ങളുടെ ശുശ്രൂഷയെ പോലും ആ അശുദ്ധിയിൽ തകർത്ത് കളയും. സഭയുടെ വളർച്ച മുരടിപ്പിച്ച് കളയും. ആകയാൽ ദൈവത്തോട് ശരിക്കും ആലോചന ചോദിക്കാതെ യാഗപീഠത്തിൽ വിവസ്ത്രന്മാരെ നിങ്ങൾ കയറ്റരുത്. ആത്മീയ വസ്ത്രം നഷ്ടപ്പെട്ടവനെ കയറ്റരുതെന്ന് ഒരു എളിയദാസൻ എന്നുള്ള നിലയിൽ അപേക്ഷിക്കുന്നു. ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പേ. പുതിയ നിയമത്തിനും അത് തന്നെ പറയുന്നു, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പേ. കാരണം ഇവിടെ പ്രവാചകനെ ചേർക്കാനല്ല യേശു വരുന്നത്, വിശുദ്ധനെ ചേർക്കാൻ യേശു വരുന്നത്. ആമേൻ. വിശുദ്ധനെ ചേർക്കാൻ യേശു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിൽ കൂടെ നമ്മുടെ വിശുദ്ധി ഉണ്ടോ? നമ്മൾ ദൈവത്തിന്റെ രാജകുമാരന്മാരാണ്. രാജകുമാരനാണെങ്കിലും വസ്ത്രം നഷ്ടപ്പെട്ടു പോയാൽ ജാതികളെക്കാൾ നമ്മൾ മ്ലേച്ഛരായി തീരും. ജാതികളെക്കാൾ മോശമായി നമ്മൾ തീരും. ശത്രു നമ്മളെ വേട്ടയാടും. ശത്രു നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയും. ശത്രു നമ്മുടെ തലമുറയുടെ മേൽ കയറിക്കളയും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വിശുദ്ധനെ തൊടുവാൻ, അവനെ അവന്റെ തലമുറയെ തൊടുവാൻ പിശാചിന് ഭയമാണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. യഹോവയായ ദൈവം സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ജനത്തോട് പറയുക, പർവ്വതത്തിന്റെ കീഴിൽ നിന്നും മാറി നിൽക്കാൻ പറ. ഒരാടോ മാടോ അവിടെ തുടരുത്, നശിച്ചു പോകും. കാരണം വിശുദ്ധി എവിടെയുണ്ടോ അവിടെ ഒന്നിനും തൊടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പ്രിയ ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, വർഷങ്ങളായി കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇന്ന് നമ്മൾ പല ദുരിതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുറമെയുള്ള വിശുദ്ധി മാത്രം നോക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വിശുദ്ധനെന്ന് നടിക്കുന്നു. നമ്മുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ വിശുദ്ധൻ ലോകത്തില്ല. നമ്മുടെ ശുശ്രൂഷകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കാൾ വിശുദ്ധൻ ലോകത്ത് ആരുമില്ല എന്നൊക്കെ ദൈവദാസന്മാരെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു മിനിറ്റ് അവിടെ മാറ്റിവെച്ചിട്ട് ശരിക്കും ഒന്ന് ആന്തരികമായി ഒന്ന് ചിന്തിക്കണം. ആന്തരിക വിശുദ്ധി നമുക്കുണ്ടോ? ആന്തരിക വിശുദ്ധിയുള്ളവൻ കണ്ണുകളെ സൂക്ഷിക്കും, ചെവിയെ സൂക്ഷിക്കും. അവൻ്റെ കണ്ണ് വിശുദ്ധമായിരിക്കും. അവൻ കേൾക്കുന്ന ശബ്ദം വിശുദ്ധമുള്ളതായിരിക്കും. അവൻ്റെ നാവ് അശുദ്ധിക്ക് വിട്ടുകൊടുക്കില്ല. വിശുദ്ധിയോട് അവൻ സൂക്ഷിക്കും. അവൻ്റെ വിരലുകൾ വിശുദ്ധമായിരിക്കും. അവരുടെ കൈകൾ വിശുദ്ധമായിരിക്കും. അവൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കും. അവൻ്റെ ഓരോ അവയവങ്ങളും ഓരോ നടപ്പ് വിശുദ്ധമായിരിക്കും. എവിടെ നിന്ന് തുടങ്ങിയതാ? ഹൃദയത്തിനകത്തുള്ള വിശുദ്ധീകരണം അവൻ്റെ പുറമെയുള്ള അവയവങ്ങളെ ശുദ്ധീകരണത്തോട് ജീവിക്കുവാൻ ദൈവം പ്രേരിപ്പിക്കും. ഹാനോക്ക് 300 വർഷക്കാലം ദൈവത്തിൻ്റെ കൂടെ നടന്നു. അവന് മക്കളുണ്ട്, കുടുംബമുണ്ട്. എങ്കിലും അകത്തെ വിശുദ്ധീകരണം പ്രാപിച്ചവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ നടക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ദൈവദാസനെ, നിങ്ങൾക്ക് എനിക്കും വിശുദ്ധി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഇത്രയും മതി. എൻ്റെ നോട്ടം ശരിയല്ലെങ്കിൽ ഞാൻ ആന്തരികമായി വിശുദ്ധിയിൽ പൂർണ്ണമായിട്ടില്ല. ഞാൻ ഇന്നും മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ കേട്ടുകൊണ്ട്
പലയിടത്തും ചെന്നിരിക്കുന്നു. ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, നീ അനേകരുടെ തെറ്റുകൾ കേൾക്കാൻ വേണ്ടിയാണോ നിന്റെ ചെവി ആഗ്രഹിക്കുന്നത്? അനേകരുടെ പരാജയം കേൾക്കാൻ വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്? അതോ ദൈവശബ്ദം കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത്? അനേകരുടെ പരാജയങ്ങളും അനേകരുടെ കാര്യങ്ങളും കേട്ട് രസിക്കാനാണ് ചെവി കൂത്തുപോകുന്നെങ്കിൽ പറയുന്നു, ആന്തരിക വിശുദ്ധി ശരിയല്ല. ഇന്നും കണ്ണുകൊണ്ട് ദൈവഹിതമില്ലാത്ത ഫിലിം കാണുന്നെങ്കിൽ, ദൈവഹിതമില്ലാത്ത മ്ലേച്ഛതകൾ കാണുന്നെങ്കിൽ, ദൈവഹിതമില്ലാത്ത ദൈവം നോ എന്ന് പറയുന്നത് നീ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, അത് നീ കണ്ട് സന്തോഷിക്കുന്നെങ്കിൽ അതിനകത്തുള്ള ആശയം ഇതാണ്: ആന്തരിക വിശുദ്ധി നടന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് നാവ് കൊണ്ട് ഫോഷ്ക്ക് പറയുന്നുണ്ടോ? ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ഈ നാവ് ഇടപെടുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഈ നിങ്ങളുടെ നാവിനെ നാവ് മൂർച്ചയാക്കി വിടുന്നുണ്ടോ? മറ്റുള്ളവരെ ഈ നാവ് വേദനിപ്പിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നിങ്ങൾ പരിഹസിക്കുന്നുണ്ടോ? ഈ നാവ് ദുഷ്ടതയ്ക്ക് മറാക്കി വെച്ചിരിക്കുന്നുണ്ടോ? അകത്ത് വിശുദ്ധീകരണം നടന്നിട്ടില്ല. ഈ 10 വിരലുകൾ, ഈ വിരലുകളിൽ ഏതെങ്കിലും ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്നോ? ഈ കരങ്ങളിൽ കൈക്കൂലി വാങ്ങുന്നുണ്ടോ? ദൈവഹിതമില്ലാത്ത മറ്റുള്ള പ്രവൃത്തികൾ ഈ കൈകൊണ്ട് ചെയ്യുന്നുണ്ടോ? അതിനർത്ഥം ഇത്രയേ ഉള്ളൂ: അകത്ത് വിശുദ്ധീകരണം നടന്നിട്ടില്ല. ഹൃദയത്തിനകത്ത് ഇന്നും ദൈവഹിതമില്ലാത്തത് നിങ്ങളെ കരുതി വെച്ചിട്ടുണ്ടോ? ശുദ്ധീകരണം നടന്നിട്ടില്ല. കാലുകൾ ദൈവഹിതമില്ലാത്ത വഴികൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ രഹസ്യ അവയവങ്ങൾ പാപത്തിന് വിട്ടുകൊടുക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ്: ആന്തരിക വിശുദ്ധി നടന്നിട്ടില്ല. പുറമേ ഒരു വിശുദ്ധി മാത്രം, അതും ഒരു ആചാരത്തിന് വേണ്ടി. ഞാൻ ഇന്ന സഭയിൽ പോകുന്നു, മറ്റുള്ളവർ മാന്യനാണ്, പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ രാജകുമാര നീ വിവസ്ത്രനാണ്. രാജ്ഞിയെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതലേ നീ വിവസ്ത്രനാണ്. വിവസ്ത്രനായിരിക്കുന്നവൻ ഒരിക്കലും രാജസന്നിധിയിലെത്തുകയില്ല. രാജസന്നിധിയിൽ പോകാൻ പറ്റത്തില്ല. ആകയാൽ രാജകുമാരന്മാരായിരിക്കുന്ന എന്നോടും നിങ്ങളോടും ഈ വൈകിയ സമയത്ത് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു: ആന്തരിക വിശുദ്ധിക്ക് വേണ്ടി ഇന്ന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാമോ? എവിടെയെങ്കിലും കുറവുകളുണ്ടോ? പ്രിയമുള്ളവരെ, മരണം ഏത് സമയത്തും സംഭവിക്കാം. ഈ പ്രസംഗിക്കുന്ന ഞാൻ പ്രസംഗം കഴിഞ്ഞ് തീരുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് ചിലപ്പോൾ മാറ്റപ്പെട്ടെന്ന് വരാം. മാറ്റിയതിന് ശേഷം ഒരു ഏറ്റുപറച്ചിലിന് സമയമില്ല. നാളെ എന്ന് പറയരുത്. നിങ്ങൾ ഇരുന്ന് പറയുക: കർത്താവേ, എൻ്റെ കണ്ണ് അരുതാത്തത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരുതാത്ത വിഷയങ്ങളിൽ എൻ്റെ കണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുക. കർത്താവേ, അങ്ങയുടെ കാൽവരി ക്രൂശിലെ രക്തത്താൽ എന്നെ കഴുകണമേ. ചെവി ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ കേട്ട് ഞാൻ രസിക്കുന്നവനാണ്. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. ഈ നാവ് എപ്പോഴും ഫോഷ്ക്ക് പറയുന്ന നാവാണ്. ദൈവഹിതമില്ലാതെ എൻ്റെ നാവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, ഭാര്യയെ വേദനിപ്പിക്കുന്നു, ഭർത്താവിനെ വേദനിപ്പിക്കുന്നു, മക്കളെ മുറിപ്പെടുത്തുന്നു, ദൈവദാസനെ മുറിപ്പെടുത്തുന്നു, വിശ്വാസികളെ മുറിപ്പെടുത്തുന്ന നാവ്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഓരോ അവയവങ്ങളിലും വന്നു പോയത് ആദ്യമായി ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. നോക്കുക, ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടുന്നതിന് മുമ്പ് അതിന്റെ വേരോട് പിഴുതെടുത്ത് മാറ്റിയാൽ അത് എന്നേക്കുമായി അവിടെ നിന്ന് തുടച്ചു മാറ്റും. ഇതുപോലെ നമ്മുടെ അവയവങ്ങളിൽ വന്നുപോയ പാപങ്ങൾ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്ത് ഇന്ന് മുതൽ ഒരു വിശുദ്ധിക്ക് വേണ്ടി കരയുക. നിങ്ങളൊരു പ്രവചനത്തിന് വേണ്ടിയല്ല കരയേണ്ടത്. ദൂത് പറയാനുള്ള ഭക്തിരത്തിൽ ഓടണ്ട. പ്രസംഗിക്കാൻ ഉള്ള ഒരു പ്രസംഗ വരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. കർത്താവേ, എൻ്റെ ലൈഫിൽ ഒരു വിശുദ്ധി വരണം. ആ വിശുദ്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം ദൈവം നിങ്ങളുടെ വീട്ടിൽ ദൈവം തലമുറയുടെ ഭാവിയാണോ പരിശുദ്ധ വിശുദ്ധന്റെ വീട്ടിൽ അത് നടന്നിരിക്കും. നിങ്ങളുടെ തലമുറ പിന്മാറിപ്പോയോ, ദൈവം അവരെ കൊണ്ടുവരും. അവനെ രാജകുമാരനാക്കി വസ്ത്രമുള്ളവനാക്കി ദൈവം കൊണ്ടുവരുവാനിടയാകും. നോക്കുക, ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ 2 പേർക്ക് ഒരേ അവസരം കൊടുത്തു. ഒരുത്തൻ യേശുവിനെ തിരസ്കരിച്ചു. ഒരുത്തൻ പറഞ്ഞു: കർത്താവേ, നീ രാജ്യത്ത് പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. അവസരം നമുക്ക് എല്ലാവർക്കും ഈ സന്ദേശത്തിൽ കൂടെ എനിക്കും നിങ്ങൾക്ക് നൽകുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവ് ക്ഷമിക്കണം. കർത്താവ്, ആ ധൂർത്തപുത്രൻ, വസ്ത്രമില്ലാത്തവനായിരിക്കുന്നവൻ, പന്നിക്കൂട്ടിൽ കിടന്നവൻ, ശരീരമെല്ലാം ദുർഗന്ധം പിടിച്ചവൻ, അവൻ അവിടെ നിന്ന് പറഞ്ഞു: അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു. ഈ ഒരു വാക്ക് ദൈവത്തോട് ഇന്ന് പറയാമോ? എൻ്റെ രഹസ്യ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കണ്ണ് ശരിയല്ല. ദൈവത്തിന് അരുതാത്തത് എൻ്റെ മൊബൈലിൽ ഞാൻ കാണുന്നുണ്ട്, TV യിൽ കാണുന്നുണ്ട്.
കർത്താവെ, രഹസ്യ ജീവിതത്തിൽ എൻ്റെ കണ്ണ് അശുദ്ധിയായി പോയി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ ആരിനകത്തുണ്ട്? കർത്താവെ, ചെവി മറ്റുള്ള പലതും കേട്ട് പലരും പറഞ്ഞു തരുന്ന ഇക്ലിക്കഥകളും ശരീരത്തെ ബലഹീനമാക്കുന്ന ചിലതൊക്കെ കേട്ടെൻ്റെ ചെവി കുളിർന്നിരിക്കുക. കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ ആരിനകത്തും? എൻ്റെ നാവ് കർത്താവെ അശുദ്ധിയുള്ള മ്ലേച്ഛതയുള്ള വാക്കുകൾ സംസാരിച്ച നാവാണ്, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അവയവങ്ങൾ, രഹസ്യ അവയവങ്ങൾ, രഹസ്യ ജീവിതത്തിൽ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ലൈംഗികമായ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവസ്ത്രരായ രാജകുമാരന്മാർ, രാജകുമാരിമാർ കണ്ടേക്കാം. നിങ്ങളുടെ വസ്ത്രം പോയി നിങ്ങൾ അറിയണില്ലല്ലേ? നിങ്ങൾ പുറമേ നോക്കരുത്. നിങ്ങളുടെ ആത്മീയ വസ്ത്രം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി. ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, നിന്റെ വസ്ത്രം മാറിയിട്ട് എത്ര നാളായി? ഇനി നിനക്ക് ഒറ്റ അവസരമേ ഉള്ളൂ. നിനക്ക് മടങ്ങി വരാം. മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ ഏതയിൽ നിന്ന് പുറത്തു പോയതുപോലെ നിത്യതയിൽ നിന്ന് നാം പുറത്തു പോകും. അത് നിത്യയുഗം നമ്മുടെ ജീവിതത്തിൽ വേദനയായിരിക്കും. ദൈവമൂർത്തിനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ തിരിച്ച് ഏതെങ്കിലും കയറ്റുകയില്ല. ഈ വിശുദ്ധ പദവിയിൽ ദൈവം എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ പണ്ട് അന്ധകാരത്തിലായിരുന്നു, ഇന്ന് നമ്മൾ അത്ഭുത പ്രകാശത്തിലാണ്. ആ ഏതെങ്കിലും തോട്ടത്തിൽ ആദാമിനോട് ചോദിച്ചു, മോനെ, ഇത് നിനക്ക് എന്താ പറ്റിയത്? കുറ്റം പറഞ്ഞു മാറരുത്. അപ്പാ, ആ ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ഒന്ന് ആക്കണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു വരാൻ ഇന്ന് കഴിയുമോ? ശരീരം വിശുദ്ധമാകട്ടെ. ഒരു കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ജീവിത വിശുദ്ധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വസ്ത്രമില്ലാതെ രാജകുമാരന്മാർ സ്റ്റേജുകളിലും സഭകളിലും കയറി ആടിപ്പാടി നിൽക്കുന്നു. നമ്മൾ അവരുടെ കൂടെ ആടിപ്പാടുക. കാരണം എന്തെന്നറിയണ്ടേ? അവരെ പോലെ നമ്മൾ വിവസ്ത്രരായതുകൊണ്ടാണ്. എന്നാൽ വസ്ത്രമുള്ളവന് ലജ്ജ തോന്നും. അയ്യയ്യേ, ഇവൻ എന്താ കാട്ടിക്കൊട്ടുന്നത്? രാജാവ് സിംഹാസനത്തിരുന്നപ്പോൾ 8 വയസ്സുള്ള കുഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് നാണം തോന്നി. അയ്യയ്യേ, ഇതുപോലെയാ നാം വിവസ്ത്രന്റെ കൂടെ ആരാധിക്കുന്നെങ്കിൽ, വിവസ്ത്രയുടെ കൂടെ കൈയടിക്കുന്നുവെങ്കിൽ, ഞാൻ പറയുന്നു, നമ്മളും വിവസ്ത്രരായതുകൊണ്ടാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചിലര് പറയും, ഓ, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഈ ലോകത്തുള്ളതാ. ഇല്ല പ്രിയമുള്ളവരെ, ജീവിതം വിശുദ്ധമാകണം. ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു കറയുണ്ടെങ്കിൽ, ലൈംഗികമായ ഏതെങ്കിലും ഒരു പാപം നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ വിട്ടിട്ടും നിങ്ങളെ വിടാതെ അത് ഫോളോ ചെയ്യുന്നെങ്കിൽ, ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചു പോയതായിരിക്കാം. ചെറിയ ഒരു നൈമിഷികമായ ജീവിതത്തിൽ വന്ന വീഴ്ചയായിരിക്കാം. പക്ഷേ നിത്യതയിൽ നിങ്ങളില്ല. നിങ്ങളുടെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് അന്യഭാഷ ഉണ്ടായിരിക്കാം, നിങ്ങൾ കൈയടിക്കുമായിരിക്കാം, നിങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി ആയിരിക്കാം, ചർച്ചിലെ അല്ല ട്രഷററായിരിക്കാം, ഒരുപക്ഷെ പാസ്റ്റർ ആയിരിക്കാം. അമ്മമ്മേ, ഇന്ന് നിങ്ങൾക്ക് ഏറ്റു പറയാമോ? കർത്താവിന്റെ സന്നിധിയിൽ കരയാം. ആ മടങ്ങി വന്ന പാപം ഏറ്റു പറഞ്ഞ ആ മകനെ അപ്പൻ കെട്ടിപ്പിടിച്ച് അവനെവിടെ കൊണ്ടുപോയി? അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. കൈക്ക് മോതിരം കൊടുത്തു, കാലിന് ചെരുപ്പ് കൊടുത്തു, വിശേഷമായ അങ്കി കൊടുത്തു. അവിടെ ഒരു സന്തോഷം വന്നു. മടങ്ങി വരുന്നൊരു പാപിയെ ചൊല്ലി, അനുദപിക്കുന്നൊരു പാപിയെ ചൊല്ലി, തിരിഞ്ഞു വരുന്നൊരു പാപിയെ ചൊല്ലി ദൈവം ഈ സമയത്ത് സന്തോഷിക്കുകയാണ്. മടങ്ങി വരാം. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പുറമേയുള്ള വിശുദ്ധി കൊണ്ട് നമ്മൾ വിശുദ്ധരല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ അശുദ്ധി കാരണമല്ലേ തലമുറ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു? നമ്മുടെ അശുദ്ധി കാരണമല്ലേ ദൈവദാസനെ സഭ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു വിശുദ്ധന്റെ കുടുംബത്തിനകത്ത് ശത്രുവിന് കയറാൻ പറ്റില്ല. ശത്രുവിന്റെ ആയുധം ഫലിക്കയില്ല. നമ്മുടെ അശുദ്ധി കാരണമല്ലേ നമ്മുടെ പല നന്മകളും തകർന്നു പോയത്? നമ്മുടെ അശുദ്ധി കാരണമായിട്ടല്ലേ
നമുക്കിന്ന് സമാധാനം നഷ്ടപ്പെട്ടത്? സ്വന്തം ഭാര്യ ഭർത്താവിനോട് പോലും, സ്വന്തം ഭാര്യയോട് പോലും, ദൈവം തന്ന കുഞ്ഞുങ്ങളോട് പോലും മനസ്സ് തുറക്കാൻ പറ്റാത്തത് നമ്മുടെ രഹസ്യ പാപനിമിത്തമല്ലേ? പോട്ടെ, ആ ധൂർത്തപുത്രനെ പോലെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രാണപ്രിയനായ ദൈവമേ, പലപ്പോഴും വിവസ്ത്രനായ രാജകുമാരനെ പോലെ ഞങ്ങളിൽ പലരുമായി തീരാറുണ്ട്. വസ്ത്രം നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് വസ്ത്രമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അഭിനയിച്ച് നടക്കുക. ഏതേൻ തോട്ടത്തിൽ നഗ്നത മറയ്ക്കാൻ അത്തീല കൊണ്ട് ചുറ്റി നടക്കുന്നത് പോലെ സ്തോത്രവും ഹല്ലേലൂയയും അന്യഭാഷയും എന്നാകുന്ന അത്തിയില കൊണ്ട് ഞങ്ങൾ ലോകത്തുകാരുടെ മുമ്പിൽ, ദൈവദാസന്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ ഞങ്ങൾ ഭയങ്കര വിശുദ്ധരാണ്. എന്നാൽ കർത്താവ് മഹാരാജാവിന്റെ കണ്ണുകളുടെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് വിവസ്ത്രരാണെന്ന് ഞങ്ങൾക്ക് തെളിയുവാനിടയാൽ കർത്താവെ, ഞങ്ങൾക്ക് ആന്തരികമായൊരു വിശുദ്ധി തരണം. ആന്തരികമായൊരു വിശുദ്ധി സംഭവിക്കണം. ഞങ്ങളുടെ ബ്ലഡിൽ പോലും വിശുദ്ധീകരണം നടക്കണം. ഞങ്ങളുടെ കഴിച്ച ആഹാരത്തിൽ കൂടെ കയറി വന്നത് ഏതെങ്കിലും വിധമുള്ള കൈവശ ശക്തികൾ, ഏതെങ്കിലും ആഹാരത്തിൽ കൂടെ പാപം ചെയ്യാൻ വേണ്ടി അകത്ത് കയറി വന്ന ഏതെങ്കിലും വിധമുള്ള അശുദ്ധിയുടെ ശക്തികൾ അകത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ തീരുമാനമെടുക്കുന്ന മക്കളുടെ മേൽ അന്ന് വിട്ടുപോകാൻ കൽപ്പിക്കുന്ന കർത്താവേ. നിരന്തരമുള്ള മദ്യപാനം, എന്നാൽ ശക്തമായി ആരാധിക്കുന്നു, ശക്തമായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഇത് ചോദിക്കുന്നു, ദൈവമേ ഞാൻ പാപിയല്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ കൈയടിക്കാൻ പറ്റുന്നു? അതേ സ്നേഹിത, നീ വസ്ത്രം നഷ്ടപ്പെട്ടിട്ടും ശത്രു നിന്നെ അറിയിക്കാതെ വണ്ണം നീ ഇന്നും വിശുദ്ധനെന്ന് അഭിനയിപ്പിക്കുകയാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്നും ദൈവഹിതമില്ലാതെ ലൈംഗികമായ വീഴ്ചയിൽ കടന്നു പോകുന്ന മക്കളെ ഈ സന്ദേശം കേൾക്കുന്ന എനിക്കറിയാം. ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, കുഞ്ഞുങ്ങൾ അറിയാതെ, അമ്മയപ്പന്മാരറിയാതെ രഹസ്യ ജീവീഴ്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന മക്കളെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഒരു ബലഹീനതയായിരിക്കാം. ഒരു നിമിഷം അപ്പനോട് ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിലോട്ട് മടങ്ങി വരിക. ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരില്ല മക്കളെ, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുവാനിടയാകും. ആ കരുണയ്ക്ക് വേണ്ടി ഒന്ന് കടന്നു വന്നാട്ടെ. അപ്പാ, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയനെ മാറ്റി നിർത്തുകയല്ല, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഒരു വിശുദ്ധ സൈന്യം എഴുന്നേറ്റ് വരട്ട് കർത്താവെ, വിശുദ്ധ സൈന്യമാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുറമെയുള്ള കുറച്ച് കർത്താവെ ഭൗതികമായ വിഷയങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിശുദ്ധരായി നടിക്കുമ്പോൾ ഞങ്ങളുടെ വാക്ക് ശരിയല്ലപ്പ, ഞങ്ങളെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി ശരിയല്ലപ്പ. ഇന്നും പലരുടെ അസൂയ മാറിയിട്ടില്ല, ഇന്നും പലരുടെ പക മാറിയിട്ടില്ല, പലരുടെയും സ്നേഹബന്ധങ്ങൾ ഉലച്ചു നിൽക്കുമ്പോൾ കർത്താവെ, അകത്ത് അശുദ്ധി ആയതുകൊണ്ടാണപ്പ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഉപേക്ഷിക്കുന്ന കർത്താവെ, കൃപ കൊണ്ട് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ അശുദ്ധിക്ക് കാരണം രാജകുമാരന്റെ വസ്ത്രം നഷ്ടപ്പെടാനുള്ള കാര്യം ഒന്ന്, നിങ്ങൾക്ക് വചന ഇല്ലായ്മയാണ്. നിങ്ങൾ വചനം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. 2, വചനത്തിൽ ജീവിക്കാത്തത് കൊണ്ടാണ്. 3, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. 4, കൂട്ടായ്മകളെയും ഉപവാസങ്ങളെയും പ്രാർത്ഥനകളെയും എല്ലാറ്റേക്കാൾ തിരുവത്താഴ ശുശ്രൂഷകളെ നിങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടാണ്. കയറി വരാം. കർത്താവ് ഒരിക്കൽ കൂടി 2 കരങ്ങളും നീട്ടി നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ അവസാന സന്ദേശമായിരിക്കാം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കയറി വരിക. അപ്പോൾ നിങ്ങളെ സ്വീകരിക്കാനുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് ശരിക്കും ഒരു അനുഗ്രഹമായെങ്കിൽ, വിടുതലായി തീർന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്കും, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും, നിങ്ങളുടെ ചർച്ചുകൾക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ വിശുദ്ധീകരണം പ്രാപിച്ചാൽ നമുക്ക് നിത്യതയിൽ ആ വ്യക്തിയെ കാണാൻ പറ്റും. അതെ, കർത്താവ് നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്ത മറ്റൊരു സന്ദേശവുമായി നമുക്ക് ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.